നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. കേരളം അടക്കി വാഴുന്ന പിണറായി സർക്കാരിന് മോദിയുടെ കേന്ദ്രത്തെയും കേന്ദ്രം കൊണ്ടുവരുന്ന ഗവർണർമാരെയും കണ്ണിന് പിടിക്കാതായിട്ട് കാലം കുറയായി. ഗവർണർമാരും രാജ്ഭവനുമായി രാഷ്ട്രീയ പോരാട്ടം നടത്തുന്ന ശൈലി തുടരുന്ന കേരളത്തിലെ ഇടതു സർക്കാർ ഓരോ തവണയും സ്വയം നാണം കെട്ട അനുഭവമാണ് ഉണ്ടാകുന്നത്. പക്ഷേ അനാവശ്യ വിവാദങ്ങളിലേക്ക് പിന്നെയും ചെന്ന് ചാടുക തന്നെ ചെയ്യും. കേന്ദ്രം കൊണ്ടുവരുന്ന ഒരു ഗവർണറെയും പിണറായിക്ക് ബോധിക്കില്ല. പിണറായിയും മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള പോര് ഒരു സമയത്ത് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. പക്ഷേ അപ്പോഴും പിണറായി കുറ്റം ആരോപിച്ചിരുന്നത് ഗവർണറുടെ നേരെയായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാന് അത്താഴ വിരുന്ന് പോലും നൽകാൻ തയ്യാറാകാത്ത അത്ര ഈഗോയായിരുന്നു. ആരിഫ് പോയി ആർലേക്കർ വന്നിട്ടും പിണറായിയുടെ സ്വഭാവത്തിന് വേറെ മാറ്റമൊന്നും വന്നില്ല. ഇപ്പോൾ കാര്യം മനസ്സിലായല്ലോ, പിണറായി വിരോധം മോദിയോടാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ അയക്കുന്നവരുടെ പ്രവർത്തനങ്ങളും പിടിക്കാത്തതും. കേരളം ഭരിക്കുന്ന സർക്കാരിന് ഭാരതം എന്ന് കേട്ടാൽ ഹാലിളകുന്ന അവസ്ഥയായിരിക്കുന്നു. ഭാരത മാതാവിൻ്റെ ചിത്രം കണ്ടാലും കാവി നിറം കണ്ടാലും അവർക്ക് ചുവപ്പ് കണ്ട കാളയെപ്പോലെ അക്രമാസക്തമാകും. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. ഭാരത മാതാവിൻ്റെ ചിത്രം വേദിയിലുണ്ട് എന്നതിൻ്റെ പേരിൽ രാജ്ഭവനിൽ നടത്താനിരുന്ന പരിസ്ഥിതി ദിനാഘോഷത്തിൽ സർക്കാർ പിന്മാറിയത് തികച്ചും തരംതാണ നടപടിയായിപ്പോയി. ഫലത്തിൽ ഇത് ബഹിഷ്കരണം തന്നെയാണ്. ചിത്രം മാറ്റണമെന്ന ആവശ്യം നിരാകരിച്ച ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രാജ്ഭവന്റെ അന്തസ്സും മാന്യതയും ഉയർത്തിപ്പിടിക്കുകയും ഭാരത മാതാവിനോടുള്ള ആദരം അടിവരയിട്ട് പ്രകടമാക്കുകയും ചെയ്തു. രാജ്ഭവനിലെ പരിപാടികൾ എങ്ങനെ നടത്തണമെന്ന് രാജ്ഭവൻ തീരുമാനിക്കും എന്നതായിരുന്നു ഗവർണറുടെ ഉറച്ച നിലപാട്. സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടിയാണ് രാജ്ഭവനിൽ നടത്താൻ നിശ്ചയിച്ചിരുന്നത്. പങ്കെടുക്കാനിരുന്നത് കൃഷിമന്ത്രി പി പ്രസാദും. അതിൽ നിന്നും പിന്മാറിയ സർക്കാർ പരിപാടി സെക്രട്ടറിയിലേക്ക് മാറ്റി. രാജ്ഭവനിൽ പരിപാടികൾ നിശ്ചിത സമയത്തും മരം നട്ടുകൊണ്ട് ഗവർണർ നടത്തുകയും ചെയ്തു. ഗവർണർമാരെല്ലാം ഏറാൻ മുളികളല്ല എന്ന സത്യം മനസ്സിലാകാതെ ഇക്കൂട്ടർ ഇനിയും നേരം പുലർന്നിട്ടില്ല. പഹൽഗാം പ്രശ്നവും അതിന് ഭാരതം പാകിസ്ഥാന് കൊടുത്ത കനത്ത തിരിച്ചടിയും വഴി ഭാരതീയരിൽ ദേശീയബോധം ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സമയത്തു തന്നെ ഭാരതാംബയെ അവഗണിക്കുന്ന പ്രവൃത്തി ചെയ്യാൻ ഈ സർക്കാരിന് കഴിയുന്നത് അടുത്തുവരുന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലെ രാഷ്ട്രീയ നേട്ടം മനസ്സിലുള്ളത് കൊണ്ട് തന്നെയായിരിക്കും. പക്ഷേ രാഷ്ട്രഭക്തി മറ്റെല്ലാത്തിനും മേലെ കാണുന്ന ഭാരതപുത്രിക്ക് വോട്ടിനും അധികാരത്തിനും അപ്പുറമുള്ള വികാരമാണ് ഭാരത മാതാവിനോടുള്ള ആദരം. അവരുടെ രാഷ്ട്രസ്നേഹത്തിന് നിറമോ രാഷ്ട്രീയ ചിന്തയോ ജാതിമത ചിന്തകളോ വിഷയമല്ല. ആ നിലവാരത്തിലേക്ക് ഉയരണമെങ്കിൽ മനസ്സിൽ ദേശീയ ബോധം വേണം. ഇന്നത്തെ പ്രതിപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇല്ലാത്തതും അതുതന്നെയാണ്. സ്വതന്ത്ര സമരകാലത്ത് ഭാരതത്തെ ഒറ്റുകയും ഈ രാജ്യത്തെ പല റിപ്പബ്ലിക്കുകളാക്കി കീറിമുറിക്കുമെന്ന് വാദിക്കുകയും ചെയ്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ചൈനയുമായി യുദ്ധത്തിൽ മനസ്സുകൊണ്ട് ചൈനയ്ക്കൊപ്പം നിന്നവർ അന്ന് ഭാരത സൈനികർക്കായി രക്തം കൊടുക്കാൻ ആഹ്വാനം ചെയ്തതിൻ്റെ പേരിൽ VS അച്യുതാനന്ദനെ തള്ളിപ്പറഞ്ഞവർ. അവർക്കൊന്നും ദേശീയ വികാരം എന്തൊന്നും മനസ്സിലാക്കാനാവില്ല. അതറിയുന്നവർക്കേ ഭാരത മാതാവ് എന്ന സങ്കല്പത്തിൻ്റെ മൂല്യം മനസ്സിലാക്കാനാവൂ. ഇക്കൂട്ടർ വെറും കല്ലും മണ്ണും മാത്രമായി കാണുന്ന ഈ നാടിനെ പവിത്രഭൂമിയായും അമ്മയായും കാണുന്നവരുടെ പ്രസ്ഥാനമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാരത മാതാവ് ആദരിക്കപ്പെടും. ഭാരതത്തിലെ മഹത്വം ലോകമറിയും. ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടും. അതിൽ ആർക്കും അസ്വസ്ഥത തോന്നിയിട്ട് കാര്യമില്ല.